ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസിന്റെ പ്രതികരണം. ഇപ്പോഴത്തെ നിർമ്മാണ പ്രതിസന്ധി ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന വലിയ ശിക്ഷയായി കാണേണ്ടി വരുമെന്ന് ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത അടിമാലിയിൽ പറഞ്ഞു. റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യം ദുഃഖകരമാണ്. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ പുതിയ പ്രസ്താവന നൽകാൻ തയ്യാറാകണം. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. നിർമ്മാണത്തിന് ഗവൺമെന്റ് ബന്ധപ്പെട്ടതായ ഗവൺമെന്റിന്റെ മറ്റ് വകുപ്പുകളോ ഇതിനെതിരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ റീസെൻ്റ്ലി ഞാൻ അറിയുന്നു, ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് കോടതി കൊടുത്തതായിട്ട് അറിയുന്നു. ഇത് ഫോറസ്റ്റിന്റെ ഭാഗമാണെന്നും ഇത് അതുകൊണ്ട് റോഡ് നിർമ്മാണത്തിന് തടസ്സങ്ങളുണ്ടെന്നും കാണിച്ചുകൊണ്ടുള്ളതായ റിപ്പോർട്ട് കോടതി കൊടുത്തതാണ് ഇന്നത്തെ ഈ നിസ്സംഗാവസ്ഥയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത് എന്നാണ് ജനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ റോഡ് നിർമ്മാണത്തിന് തടസ്സം ആകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ റോഡ് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ റിപ്പോർട്ട് തിരുത്തി മറ്റു റിപ്പോർട്ട് കൊടുത്ത് ഈ റോഡിന്റെ നിർമ്മാണം പണി ആരംഭിക്കുമെന്നാണ് ഞാനിപ്പോൾ ഞാനത് വിചാരിക്കുകയാണ്, അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഹൈറേഞ്ചിലുള്ള സർവമാന ആളുകൾ മനസ്സിലാക്കുന്നത് ഹൈറേഞ്ചിനെ ശിക്ഷിക്കുന്ന മറ്റൊരവസ്ഥയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ആണ് എന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് കുറിച്ചും പരാതിയുണ്ട്. അത് ഞാൻ ഇവിടെ നടന്നും ആളുകളുമായി ബന്ധപ്പെട്ടും കിട്ടുന്ന പരാതിയും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഈ ഫോറസ്റ്റിനകത്ത് എന്തുമാത്രം കോടികൾ വില വരുന്ന മരങ്ങളാണ് ഒടിഞ്ഞും മറഞ്ഞുമായി മുറിച്ച് റോഡിന്റെ സൈഡുകളിൽ നിരത്തിയിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ഏതെങ്കിലും രീതിയിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ലേലം ചെയ്ത് വിറ്റാൽ സർക്കാരിന് എത്രയോ കോടികൾ ഈ മലയിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന മരങ്ങളിൽ നിന്ന് സർക്കാരിന് ലഭിക്കും. വാസ്തവത്തിൽ അവിടെ കിടന്ന് ദ്രവിച്ച് മണ്ണായി തീർന്നു പോവുകയാണ്. ഇതിന് ഉത്തരവാദിത്വമില്ലേ? ഇതിന് ഉടമസ്ഥരില്ലേ? വാസ്തവത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വവും ഇതിന്റെ ഉടമസ്ഥരും ഇതിനേൽപ്പിച്ചിരിക്കുന്നവർ കഴിയുന്നില്ലെങ്കിൽ ഇതിന് ബഹുമാനമായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും കൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ആയതുകൊണ്ട് ജനങ്ങളുടെ ഇന്നത്തെ ദുരാവസ്ഥ പരിഹരിക്കപ്പെടുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കോടതിക്ക് കൊടുത്ത് ഈ റോഡിന്റെ നിർമ്മാണം രണ്ടാമത് ആരംഭിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് അപേക്ഷിക്കാനുള്ളത്. അതല്ല എങ്കിൽ ഈ ഹൈറേഞ്ചിന്റെ വികസനവും ഇതിന്റെ ആളുകളുടെ സഞ്ചാരയോഗ്യവും തടസ്സപ്പെടുത്തിയിരിക്കുന്ന